ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സന്തോഷത്തോടു കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കേട്ടോ. അപ്പം ഞാനിന്നൊരു കുഞ്ഞു വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. കുഞ്ഞു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കുക്കിങ് ഇന്നലെ കുക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. അതിൻ്റെ ഒരു ബാക്കി പണിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ പുറത്ത് നല്ല എരിപൊരിയ മഴ, സൂപ്പർ മഴയാണ്. അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു. ആ കാറ്റങ്ങോട്ട് മാറിയിട്ടിപ്പം മഴ നന്നായിട്ട് പെയ്യാൻ തുടങ്ങി. നിന്ന് പെയ്യുക മഴ. ഈ മഴ ഉറവയൊക്കെ വെക്കുമെന്ന് തോന്നണം, മഴയുടെ ഒരു രീതി കണ്ടിട്ട്. ഇതുണ്ട്, ഈ പച്ചവല ഇങ്ങനെ കിടക്കണമുണ്ട്, ഗ്രീൻ നെറ്റ് കണ്ടില്ലേ. ഇത് വെയിൽ കൊള്ളാതെ മഴ നനയാതെയൊക്കെ മുൻവശത്ത് വലിച്ചു കെട്ടിയിട്ടേക്കണം കേട്ടോ. ഇതിങ്ങനെ മുൻപിൽ കെട്ടിയിട്ടേക്കണം ഒരു ഐശ്വര്യമില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് കഥകൊക്കെ വെയിൽ കൊണ്ട് വിണ്ട് കീറാൻ തുടങ്ങി, പൊട്ടിപ്പോയി തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇതങ്ങ് വലിച്ചു കയറ്റിയില്ല. ഇത് കെട്ടുന്നത് എനിക്കും ഇഷ്ടമുണ്ടായിട്ടല്ല. ഇത് കെട്ടാതിരിക്കുകയാണെങ്കിൽ നമുക്ക് അക്കരെ ഭാഗം മുഴുവനും കാണാം ശരിക്കും. പക്ഷേ ഇത് കെട്ടിയിടുമ്പം തിണ്ണയിൽ നല്ല തണലുണ്ട്, അതുകൊണ്ടാട്ടോ ഇത് കെട്ടിയിട്ടേക്കുന്നത്. പിന്നെ മുറ്റത്തോടെ നല്ല മഴ പെയ്യാൻ തുടങ്ങി. ഇത് ഈ തിണ്ണ വരെ നനഞ്ഞ് കയറി കൂടാനടിച്ച്. അപ്പം ഞാനൊരു കുഞ്ഞ് കുക്കിങ് ചെയ്യാൻ പോവാനേ. അപ്പോൾ ആ ഒരു ചെറിയ സംഭവം എല്ലാവരും എൻ്റെ കൂടെ പോരൂ, അതൊന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഓളെന്നൊരു ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയാൽ നല്ല മഴയല്ലേ. അപ്പോൾ ഈ മഴയത്ത് ഞങ്ങളുടെ മഴയൊന്ന് കാണിച്ച് കൊണ്ട് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ച് പിന്നേലേക്ക് വന്ന എനിക്ക് അരമണിക്കൂർ കൊണ്ട് എൻ്റെ പണികൾ തീർക്കണം. എന്നിട്ട് എനിക്ക് 3:30 ആകുമ്പോൾ എനിക്ക് പോകേണ്ടതാണ്, അത് തുറക്കാൻ പോകണം. അപ്പോൾ അതുവരെ ചുമ്മാ കണ്ടോ മഴയുടെ കട്ടി കണ്ടോ. അക്കരെ മലയൊന്നും കാണത്തില്ല, ഒരു നേരിയ മഞ്ഞ് പോലെ കാണുന്നത്. ഇങ്ങനെ മഴ നിന്ന് പെയ്യുകയാണെങ്കിൽ പാറയിൽ കൂടെ ഉറവയൊക്കെ വെക്കും കേട്ടോ. ഞങ്ങൾക്ക് മഴ നന്നായിട്ട് നിന്ന് പെയ്ത് ഉറവ വെക്കുവാണെങ്കിൽ ഞങ്ങളുടെ പറമ്പിൽ തന്നെ നല്ല ഉറവകളുണ്ട്. അത് ഞങ്ങൾ ഓസിട്ട് ഞങ്ങളുടെ മുറ്റത്തേക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് ഞങ്ങൾ മഴക്കാലത്ത് വെള്ളം എടുക്കുന്നത്. 6 മാസത്തിന് ഞങ്ങളുടെ പറമ്പിൽ ഉറവ വെള്ളം കിട്ടും. പാറയുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്, വലിയൊരു പാറയുടെ അല്ലിൽ നിന്നാണ് വെള്ളം വരുന്നത്. അവിടെ ഞങ്ങൾ കൊണ്ടുപോയി ഒരു കുളം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു ഓസൊക്കെ ഫിറ്റ് ചെയ്ത് ആ വെള്ളം മുറ്റത്തേക്ക് വരും. മുകൾ വശത്തു നിന്നായതിൻ്റെ താഴോട്ട് പെട്ടെന്ന് വരില്ല. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ശരി, അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോകാം കേട്ടോ. ഒരു ചെറിയ വീഡിയോയുമായിട്ട് പോരെ. പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ ദേ തണുത്ത് വിറച്ച് കൂട്ടിനകത്തുനിന്ന് ഞങ്ങളെടുത്ത് വീണ്ടും തിന്നെ കൊണ്ടുവന്നിട്ടു കേട്ടോ. കളിപ്പിക്കാനായിട്ട് തിണ്ണയിലേക്ക് കൊണ്ടുവരും. അത് കഴിയുമ്പോൾ കൊണ്ടുപോയി കൂട്ടിയിടും. ഇറങ്ങിപ്പോടാ അകത്തേക്കൊന്നും പോരണ്ട, വിട്ടുപോക്കോ. മഴ പെയ്ത കാരണം ഞങ്ങൾ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വിട്ടതാണേ. അപ്പോൾ 2 പേരും കൂടെ നനഞ്ഞ് പെറുക്കി നടന്ന് കളിയാണ്. പാലൊക്കെ കുടിച്ചിട്ട് നടന്ന് ഭയങ്കര കളിയാണേ. അവിടെ ഇരുന്ന് കളിച്ചോ, എനിക്ക് ഇച്ചിരി പണിയുണ്ട് കേട്ടോ. അകത്തേക്ക് വന്നാൽ കാലിയം കൊട്ടി ഓടിക്കും. അപ്പോൾ ചീനിച്ചട്ടി ഞാൻ കഴുകി അടുപ്പിൽ തീ കത്തിച്ച് ഗ്യാസ് കത്തിച്ച് വെച്ചേക്കുമായിരുന്നേ. എന്നിട്ട് ഞാൻ ഇൻട്രോ എടുക്കാനായിട്ട് മുൻവശത്തേക്ക് പോയി. മഴയൊക്കെ കണ്ട് അവിടെ ഇരുന്നു. തിരിച്ചുകൂടെ വന്നപ്പോഴത്തേനും ചട്ടി പഴുത്ത് നാശം വന്നേ. അന്യായമായിട്ട് ചട്ടി പഴുത്ത് പോയി. ഇതാണ് ഞാൻ കറി. ഇത് കണ്ടോ, ഇത് ഇന്നലെ വൈകിട്ടത്തെ ചിക്കൻ കറിയാണേ. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞങ്ങൾക്ക് 2 പേർക്ക് നോയമ്പാണ്. 2 പേരെ ഇവിടെ കഴിക്കുന്നുള്ളൂ. അപ്പോൾ അത് കഴിച്ചപ്പോൾ ചാറൊക്കെ കുറഞ്ഞു പോയിട്ട് അതിങ്ങനെ ഇരിക്കുക. എന്നാൽ പിന്നെ അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഇതുണ്ടോ, സവാളയുണ്ട്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇല്ല കേട്ടോ. മഴ കാരണം കറിവേപ്പില പറിക്കാൻ പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് കറിവേപ്പില ഇല്ല. പിന്നെ തക്കാളി. ഇത് നമുക്ക് ശകലം ചിക്കൻ പൊടി ചേർത്ത് വേണ്ട, കാരണം മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി എല്ലാം അതിനകത്ത് ചേർത്തിട്ടുണ്ട്. കായും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് അനിമോള് വെച്ച കറിയാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് നോയമ്പ, എനിക്ക് നോയമ്പ, അതുകൊണ്ട് ഞങ്ങളുടെ 2 പേരും കഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിനെ ഒന്ന് റെഡിയാക്കി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചാൽ വൈകിട്ട് പിന്നെ അത്താഴത്തിന് വേറെ കറിയൊന്നും അന്വേഷിക്കണ്ട. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്യാൻ തുടങ്ങിയാലോ. അപ്പം മഞ്ഞൾപ്പൊടി, ഉപ്പും ഒക്കെ ഇട്ട് സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കേട്ടോ. ഇതിനകത്ത് ചിക്കൻ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം ഉപ്പും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് വഴണ്ടി വന്നു. ഇനി നമുക്ക് ഈ തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കുഴഞ്ഞ് വേണം ഈ തക്കാളിക്ക്, വെള്ളം ഒഴിക്കാതെ കൊണ്ട് ഈ ചീനിച്ചട്ടിയുടെ ചൂടും ഈ എണ്ണയുടെ ചൂടായ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് വഴറ്റി കുഴച്ചെടുക്കാം നമുക്ക്. അത് കഴിഞ്ഞ് അല്പം ചൂടുകൊണ്ട് ഒഴിക്കണം. പിന്നെ നമുക്ക് ഇരിക്കുന്ന ചിക്കൻ കറി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. കുരുമുളക് പൊടി നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരല്പം തൂളി കൊടുക്കാം. മുകളിൽ കൂടെ ശേഷം കുരുമുളക് പൊടി
കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ തന്നെ കുരുമുളകാണ്, കഴുകി ഉണങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഉപയോഗിക്കുന്നത്. കടയിൽ നിന്നും നമ്മൾ കുരുമുളക് പൊടി മേടിക്കാറില്ല. കുറച്ചൊക്കെ കുരുമുളകൊക്കെ നമ്മുടെ പറമ്പിലും പറിക്കാനുണ്ട് കേട്ടോ. അത് പറിക്കുമ്പോൾ നല്ല പഴുത്ത മുളക് നോക്കി ഞാൻ എടുത്തിട്ട് വെള്ളത്തിലിട്ട് അത് തിരുമ്മി കഴുകുക. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ പോയി, എന്നിട്ട് ഉണങ്ങും. എന്നിട്ട് ആ പരിപ്പെടുത്ത് ഇങ്ങനെ ടിന്നിനകത്തിട്ട് വെച്ചേക്കും. അത് വെളുത്ത കുരുമുളക് പൊടി. പിന്നെ സാധാ കുരുമുളക് അങ്ങനെ കഴുകി ഉണങ്ങി പൊടിക്കും, ക്രഷ് ചെയ്ത് വെച്ചിരിക്കും, മുട്ട പൊടിക്കാനൊക്കെ എടുക്കാം. അത് കറുത്ത കുരുമുളക്. വെളുത്ത പൊടി ഇങ്ങനെയാട്ടോ ഉണ്ടാക്കുന്നത്. പഴം കുരുമുളക് വെള്ളത്തിലിട്ട് നമ്മൾ തിരുമ്മി പിഴിഞ്ഞ് അതിൻ്റെ തൊലിയെല്ലാം കൂടെ കളയുന്ന അരി തന്നെ. എന്നിട്ട് നമ്മൾ പേപ്പറിനകത്ത് അല്ല മുറത്തിനകത്ത് പേപ്പറൊക്കെ വെച്ച് അതിലിട്ട് നമ്മൾ ഉണങ്ങിയെടുത്ത് തിന്നിയിട്ട് വെച്ചേക്കും. എന്നിട്ട് അത് നമ്മൾ പൊടിച്ചെടുക്കും. അതാണ് വെളുത്തിരിക്കുന്ന കുരുമുളക് പൊടി. പിന്നെ രസം വയ്ക്കാൻ, അതുപോലെ ചിക്കൻ കറി വയ്ക്കാൻ, ചിക്കൻ വറക്കാൻ, പച്ചമീൻ വറക്കാൻ, അങ്ങനെ ഉണക്കമീൻ വറക്കാനും ഒക്കെ എടുക്കും. എന്തൊക്കെ ചെയ്യുന്നോ അതിനകത്ത് മാക്സിമം കുരുമുളക് ചേരുന്ന കാണുന്നതിനെല്ലാം കുരുമുളക് കൂടി ചേർക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് വഴണ്ട് വരട്ടായിട്ടോ. അതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം ചേർക്കാം. വെള്ളം തിളപ്പിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. വെള്ളം ചേർത്താലോ. കൂടി ഒരു മണി പ്ലാന്റ് കൊണ്ടുവന്ന് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വേരൊക്കെ ഉള്ളൊരു തണ്ട, അതിൻ്റെ പിന്നെ കൂമ്പായിരുന്നു കേട്ടോ. ഒരു രസം തോന്നി പറിച്ചുകൊണ്ട് വന്ന് വെച്ചേക്കാം. ഇവിടെ എനിക്ക് നിറച്ചിങ്ങനെ ഈ ഭാഗം മൊത്തം ഞാനിങ്ങനെ പിന്നെ ഇതുകൂട്ട ലക്കി ബാമ്പു നട്ടല്ല, ഈ വെള്ളത്തിൻ്റെ കുപ്പിയിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഒരില. പിന്നെ അതെല്ലാം ഓരോരുത്തർ ചോദിച്ച് ഓരോരുത്തർക്ക് ഓരോ മുളക് എടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതൊരു പരീക്ഷണത്തിന് ഇങ്ങനെ വെച്ചേക്കുക കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കാം, നന്നായി വരുമോ നശിച്ചു പോകുമോ എന്നറിയാം. അത്യാവശ്യം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുമായിരുന്നല്ലോ നീ. അതുകൊണ്ട് മഴ പെയ്ത് പിന്നെ ഇടിയൊക്കെ വെട്ടാൻ തുടങ്ങി കുറേയൊക്കെ. അത് കഴിഞ്ഞപ്പോൾ കരണ്ടും അങ്ങോട്ട് പോയി. അതുകൊണ്ട് വെട്ടവുമില്ല വെളിച്ചമില്ല. ഈ പുറത്തെ വെളിച്ചം ഈ ചില്ലിൽ കൂടി കയറുന്ന ഒരു അല്പം വെളിച്ചമുള്ളൂ കേട്ടോ. അതിനകത്തോടെ എന്നാൽ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ഇതുകൊണ്ടോ ഇന്നലത്തെ ചിക്കൻ കറി അതിന് മെയിൻറ്റെയിൻ ചെയ്യാനാണ് അത്ര സാധനങ്ങളൊക്കെ ചേർത്തോടെ നമ്മൾ വഴറ്റി വെച്ചേക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെട്ടമൊന്നുമില്ല, ഉള്ള വെട്ടത്തിൽ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇന്നലത്തെ ചിക്കൻ കറീനെ ഒന്ന് മേക്കപ്പ് ചെയ്തെടുത്തു കേട്ടോ. ഉണ്ടോ, അടിപൊളി കറിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കഷ്ണവും. ഇപ്പോൾ വീണ്ടും തക്കാളി, സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർന്ന് നല്ല ചിക്കൻ പൊടിയും ചേർത്ത് വീണ്ടും നല്ലൊരു ഗ്രേവിയോട് കൂടി നല്ലൊരു കറിയാക്കി. ഇതിപ്പം കപ്പപ്പുഴുക്ക് തിന്നാനോ ചപ്പാത്തി കഴിക്കാനോ അപ്പം കഴിക്കാനോ ചോറിൻ്റെ കൂടെ കഴിക്കാനോ എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ചിക്കൻ കറി. അപ്പം ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തെടുത്ത് കേട്ടോ. ഓഫ് ചെയ്തു. അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും മറ്റൊരു കുഞ്ഞു വീഡിയോ ഇതുപോലെയുള്ള കൊച്ചു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ഓക്കേ. പുറത്ത് അത്യാവശ്യം നല്ല മഴയുണ്ട്, ഇടിയും വെട്ടുന്നുണ്ട്, ചെറിയ കാറ്റുമുണ്ട് കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഈ കുക്കിംഗ് നടത്തിയത്. അപ്പോൾ എളുപ്പമായി. പുറത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, പുറത്തേക്ക് ഇറങ്ങേണ്ടാത്തത് കൊണ്ട് നന്നായിട്ടത് എളുപ്പം ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ചൂടോട് കൂടി കഴിക്കാൻ ഏറ്റവും നല്ലൊരു കറിയാണ്. ചൂടിനെ കഴിക്കണം. ചപ്പാത്തി ആയാലും കപ്പപ്പുഴുക്കാണെങ്കിലും ചോറാണെങ്കിലും ചൂടോടെ കഴിച്ചാൽ അടിപൊളി കറിയാണ്. ഒടുക്കത്തെ ടേസ്റ്റായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാതെ മൂടി വെക്കാം.